ഹായ് ഫ്രണ്ട്സ്, ചിലപ്പോഴെങ്കിലും നമ്മൾ പറയുന്ന ഡയലോഗാണ് ഇന്ന് എന്റെ ദിവസമായിരുന്നില്ല, ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും ശരിയായില്ല, ഇന്നത്തേത് ഒരു ബാഡ് ഡേ ആയിരുന്നു എന്നൊക്കെ. എങ്ങനെയാണ് നമ്മളുടെ എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളാക്കി മാറ്റാൻ പറ്റുന്നത് എന്നുള്ള ക്വസ്റ്റ്യനിൽ നിന്നാണ് ഇന്നത്തെ ടോപ്പിക് ആരംഭിക്കുന്നത്. ന്യൂ ഇയർ ഒക്കെ ആവാറായതുകൊണ്ട് തന്നെ എല്ലാവരും പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ടാവും. ഇനിയിപ്പോ അങ്ങനെ ചിന്തിക്കാത്തവരാണെങ്കിൽ കൂടിയും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഓരോ ദിവസവും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുഞ്ഞു നല്ല കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിനു മുന്നേയും നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ട നല്ല കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഒരു ദിവസം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ആഗ്രഹിക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും വലിയ വലിയ ജീവിത ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, വലിയ വലിയ ഡ്യൂട്ടീസ് ഒന്നും ചെയ്തു തീർക്കാൻ ഉണ്ടാവണമെന്നുമില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളായാലും ശരി, വർക്ക് ചെയ്യാത്ത വീട്ടിലിരിക്കുന്ന ആളായാലും ശരി, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഓരോ ദിവസവും കഴിയുമ്പോഴേക്കും ഇന്ന് ഞാനത് ചെയ്തില്ലല്ലോ എന്ന് നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങളുടെ ദിവസം ഓരോ ദിവസവും പ്ലാൻ ചെയ്തിട്ട് തുടങ്ങുക. എന്തൊക്കെ ചെയ്യണം എന്നതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കുക. തലേ ദിവസമോ ആ ദിവസം രാവിലെയോ അത് പ്ലാൻ ചെയ്ത് വെക്കാനായിട്ട് റെഡി ആയിരിക്കുക. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് വരും. നമ്മുടെ തിരക്ക് കൊണ്ടും അശ്രദ്ധ കൊണ്ടും മറന്നുപോകുന്ന പല കാര്യങ്ങളും മറക്കാതെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അത് ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ആ ദിവസത്തിന്റെ അവസാനം നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്ലാൻ യുവർ ഡേ എന്ന് പറയുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു വെക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണൊക്കെ ചെക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ശീലം ഒന്ന് മാറ്റിവെക്കുക. എന്നിട്ട് നിങ്ങൾ കഴിക്കുന്ന ആഹാരം എന്താണോ അതൊന്ന് ആസ്വദിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ബിസി ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആസ്വദിച്ച് സാവകാശം കഴിക്കാൻ സാധിക്കണം എന്നില്ല. കഴിക്കുന്നത് സ്പീഡിലാണെങ്കിൽ പോലും അത് ആസ്വദിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ആ ഭക്ഷണത്തിനോടുള്ള റെസ്പെക്റ്റും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സഹായവും കൂടിയാണ്. അതായത് എപ്പോഴും റെസ്റ്റ്ലെസ് ആയിട്ട് ടെക്നോളജിക്കൽ ആയിട്ടുള്ള വേൾഡിൽ ഇങ്ങനെ മുഴുകിയിരിക്കാതെ വല്ലപ്പോഴുമെങ്കിലും മനസ്സിനെ ഒന്ന് ഫീൽ ഗുഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളിങ്ങനെ റിലാക്സ് ചെയ്ത് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. ഫുഡ് നന്നായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതില്ലാത്ത ഒരുപാട് പേരുണ്ടെന്ന് ചിന്തിക്കുക. ഇനി അടുത്തത്, രാവിലെ തന്നെ മിററിൽ നോക്കിയിട്ട് നിങ്ങളെ തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. ഇത് നിങ്ങളെ ആ ഒരു ഡേ തന്നെ പ്ലസന്റ് ആക്കി മാറ്റാനായിട്ട് നിങ്ങളെ സഹായിക്കും. പോസിറ്റീവായിട്ടുള്ള ഒരു തുടക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മെന്റലിയും ഇമോഷണലിയും ഒക്കെ നമ്മളെ നല്ല പ്ലസന്റ് ആക്കി മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ റിലാക്സ്ഡ് ആയിട്ട് എവിടെയെങ്കിലും കുറച്ചു സമയം ഇരുന്നതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നേരം മാത്രം മതി. അത്രയും നേരം റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് എന്തെങ്കിലും ഒരു പോയിന്റിനെ കുറിച്ച് ചിന്തിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല ഇഷ്ടമുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിനെ കുറിച്ച് ചിന്തിക്കുകയോ, ഇനിയിപ്പോൾ ഒരു ചിന്തകളും ഇല്ലാതെയാണെങ്കിൽ കൂടിയും റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെയാണോ വരുന്നത് അതൊക്കെ വന്നോട്ടെ. അതൊന്നും ഇങ്ങനെ തടഞ്ഞു വെക്കണം എന്നില്ല. അത് നിങ്ങൾ മനസ്സിലേക്ക് വരാനായിട്ട് അനുവദിക്കുക. നിങ്ങളുടെ ബോഡി മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ അനങ്ങാതിരുന്ന് നിങ്ങളുടെ മനസ്സിനെ കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുവരിക. ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുന്ന ആളുകൾക്ക് ഒരിക്കലും ശ്രദ്ധ ഉടനെ തന്നെ കേന്ദ്രീകരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ കുറച്ചു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് തന്നെ വളരെയധികം കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് മനസ്സ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലാക്സേഷന്റെ ഏറ്റവും നല്ല സ്റ്റെപ്പാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മെഡിറ്റേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇഷ്ടമുള്ള സമയം നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. ഇനി അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ഒരാളോട്, അത് നിങ്ങളുടെ ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ഫ്രണ്ടോ ആരോ വേണമെങ്കിലും ആവാം, ആരായിരുന്നാലും ഒരാളോടെങ്കിലും ഒരു ദിവസം നല്ല ഡീപ്പായിട്ട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ വിശേഷങ്ങൾ ചോദിച്ചു പോകുന്ന രീതിയിലുള്ള സംസാരമല്ല. നിങ്ങളുടെ മനസ്സിലെ ഫീലിംഗ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്തുക, അയാളോട് സംസാരിക്കുക. പാരന്റ്സോ പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോ ആരോടായാലും ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വളരെയധികം നമ്മളെക്കുറിച്ച് തന്നെ വളരെയധികം ബോറിംഗ് ആയിട്ട് തോന്നും, ലൈഫും ബോറിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ദിവസവും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റോടുകൂടി സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം. അവരോട് സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുകയും വേണം.
ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് അത്രയധികം ഡീപ്പായിട്ട് സംസാരിക്കാനായിട്ട് ആളുകളോട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഡയറി എടുത്തിട്ട് ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിലുള്ള ഇമോഷൻസ് എഴുതി വെക്കുക. ജേർണലിംഗ് എന്ന് പറയും. ജേർണലിംഗ് എന്ന് പറയുന്നത് ഓരോ ദിവസവും നടന്ന സംഭവങ്ങൾ എഴുതുക എന്നുള്ളതല്ല, പകരം നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെ ഫീലിംഗ്സ് ആണോ വരുന്നത്, ഇത് എഴുതാനിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ വരുന്നത് അത് അങ്ങോട്ട് എഴുതുക. അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിനെ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാനും നിങ്ങളുടെ മനസ്സ് ഒരാളോടെങ്കിലും ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് കിട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ജേർണലിംഗ് ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്യാം. അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഡീപ്പായിട്ട് സംസാരിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുക. അടുത്തത് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ല. അതായത് വായിക്കുക എന്നുള്ളതാണ്. എല്ലാവരും പറയാറുണ്ട് വായനയെക്കുറിച്ച് വളരെ നല്ലതാണെന്നൊക്കെ. ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാണ്. ഒരു ദിവസം ഒരു 10-20 മിനിറ്റ് നേരം നമ്മുടെ വായനയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അതൊരിക്കലും നമുക്ക് നഷ്ടമാവില്ല. അറിവിന് വേണ്ടിയായിരുന്നാലും നമ്മുടെ മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായാലും വായന എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അറിവും വർദ്ധിക്കും, അതുപോലെ തന്നെ ഇമോഷണലിയും നമ്മളെ വളർത്താനായിട്ട് വളരെയധികം പവർഫുൾ ആണ് വാക്കുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വായനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി വായിക്കുന്നത് പുസ്തകങ്ങൾ കയ്യിലെടുത്തിട്ട് നേരിട്ട് തന്നെ വായിക്കണമെന്നില്ല. നമുക്കിപ്പോൾ ടെക്നോളജിക്കലി നമ്മൾ വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾ കേൾക്കാം, ഓഡിയോ ബുക്സ് ഒക്കെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഫോണിൽ തന്നെ വായിക്കാവുന്നതാണ്. എങ്ങനെയായാലും വായിക്കാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. ഇനി പറയുന്നത് ബോധപൂർവമല്ലെന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതായത് എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണിൽ നമ്മൾ ഫോട്ടോസ് എടുക്കാറുണ്ട്. ഓരോ ദിവസത്തെയും മെമ്മറീസ് ഒരു ഫോട്ടോയെങ്കിലും എടുത്തു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഓരോ ദിവസത്തെയും ഓർമ്മകളായിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ കാണാനായിട്ട് ഓരോ ദിവസത്തെയും പിക്ചർ എടുത്ത് വയ്ക്കുക. അത് നിങ്ങളുടെ ഫോട്ടോ ആവാം, ആ ദിവസത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയുള്ള ഫോട്ടോ ആവാം. എന്തായാലും ഓരോ ദിവസവും ഓരോ ഫോട്ടോ ഇത് എടുത്ത് വയ്ക്കുക. ഇത് സില്ലി ആയിട്ട് തോന്നിയേക്കാം, പക്ഷെ നല്ല രസമാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഓരോ ദിവസത്തെയും ഓർമ്മകൾ വരും. എന്നാണ് നമ്മളത് എടുത്തത്, അതെടുക്കാനുണ്ടായ സിറ്റുവേഷൻ എന്താണ്, അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു രസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. നല്ല ഫണ്ണിയാണ്, പക്ഷെ നല്ല എൻജോയ് ചെയ്ത് നമുക്ക് പിന്നീട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മെമ്മറിയാണ്. ഇനി പറയുന്നത് ദിവസത്തിന്റെ അവസാനം ചെയ്യേണ്ട 2-3 കാര്യങ്ങളാണ്. അതായത് ഒന്ന്, എന്തൊക്കെയാണോ നിങ്ങളെ ആ ദിവസം സന്തോഷിപ്പിച്ചത് ആ കാര്യങ്ങളെക്കുറിച്ച് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ വിചാരിക്കും നമ്മളുടെ ദിവസങ്ങളെല്ലാം സ്ലോ ആണ്, നമ്മുടെ ദിവസങ്ങളെല്ലാം ബാഡ് ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ചേക്കാം. പക്ഷെ എല്ലാ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് തന്നെ ഒന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. എന്തൊക്കെയാണോ നന്മകൾ നിങ്ങളുടെ ലൈഫിൽ ഇന്നുണ്ടായത് അതൊക്കെ എഴുതി വെക്കുക. കഴിക്കാൻ ഭക്ഷണം കിട്ടിയത് മുതൽ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്തതോ അല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം ആ ദിവസം സംഭവിച്ചതോ ഒക്കെ ആവാം. അല്ലെങ്കിൽ എന്തെങ്കിലും നിർഭാഗ്യങ്ങൾ ഒഴിഞ്ഞുപോയതാവാം. എന്തായാലും എഴുതി വയ്ക്കുക. അടുത്തത് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ദിവസം അതും കൂടി എഴുതി വെക്കുക. എന്നിട്ട് എന്തുകൊണ്ടാണ് വിഷമം തോന്നിയ കാര്യം സംഭവിച്ചത്, അത് നിങ്ങളുടെ ഭാഗത്തുള്ള ഫോൾട്ട് കൊണ്ടാണോ എന്നൊക്കെ എഴുതി വെക്കുക. ഇനി നിങ്ങളുടെ ഭാഗത്തുള്ള ഫോൾട്ട് കൊണ്ടാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അതിനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും വിഷമങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് തീരുമാനം എടുക്കുക. ചിന്തിച്ചതുകൊണ്ട് നമുക്കത് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയേക്കാം. പക്ഷെ പ്രാക്ടീസിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്നത് അവസാനത്തെ കാര്യമാണ്, എങ്കിലും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ്. ഫാമിലിയോട് നമ്മൾ ഒരുപാട് സ്നേഹം ഉള്ളിലുള്ളവരായിരിക്കും. പക്ഷെ അതെപ്പോഴും പ്രകടിപ്പിക്കുമ്പോൾ അതവർക്കത് ഫീൽ ചെയ്യണമെന്നില്ല. നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ആ സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. അഥവാ അവരാഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ജസ്റ്റേഴ്സ് ആണ് പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. വലിയ വലിയ കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും ആഗ്രഹിക്കുന്നത്. അത്തരത്തിലൊരു കുഞ്ഞു കാര്യമാണ് ഒരു ഹഗ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഗുഡ് നൈറ്റ് പറയുമ്പോഴെങ്കിലും അവരെ ഒന്ന് ഹഗ് ചെയ്തിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങാനായിട്ട് പോവുക. ഇത് ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി മാത്രം ഹഗ് ചെയ്യണമെന്നല്ല, എപ്പോഴാണോ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഹഗ് ചെയ്യുക.
അത് അവരെയും ഇമോഷണലായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, നിങ്ങളെയും ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ റിലേഷൻ നല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാനും സഹായിക്കും. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ അവരോട് അത്രയും അധികം ക്ലോസ് ആണ് എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യും, ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കെങ്കിലും, ദിവസവും എന്നാണ് ഞാൻ പറയുന്നത്, എങ്കിലും പറയാണ്, ഇനി ദിവസവും പെട്ടെന്ന് പോയി ചെയ്യാൻ കഴിയാത്തവർ ഇടയ്ക്കെങ്കിലും ഒന്ന് നിങ്ങളുടെ പാരൻസിനെയോ അല്ലെങ്കിൽ കുട്ടിയെയൊക്കെ ഒന്ന് ശരിക്കും ഹഗ് ചെയ്തിട്ട് ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് പോവുക. ആ ദിവസം നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കും. നമ്മുടെ പാരൻസൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് ഉറക്കുമ്പോൾ ഇതുപോലെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നിട്ടായിരിക്കും ഉറക്കുക. പക്ഷേ വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ അവരോട് വളരെയധികം ഡിറ്റാച്ച്ഡ് ആയിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇതുപോലെ അവരൊന്ന് വല്ലപ്പോഴുമെങ്കിലും ഹഗ് ചെയ്യുന്നത് നല്ലതാണ്. അവരെ അത് അത്രയധികം സന്തോഷിപ്പിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. പറഞ്ഞതിൽ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ജീവിതത്തിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നിങ്ങളുടെ ഓരോ ദിവസവും മനോഹരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ ബൈ.